ഹല്ലേലൂയ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? മിണ്ടുന്നില്ലല്ലോ. സുഖവും സന്തോഷമൊക്കെ ആയിരുന്നു ഞങ്ങളൊരു പക്ഷേ ഇവിടെ എത്തിയല്ലായിരുന്നു എന്നാണ് ചിലർ ചിന്തിക്കുന്നത്. പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം നമ്മളിവിടെ എത്തിയത്. അതുകൊണ്ട് സുഖമാണെന്നങ്ങ് പറയാൻ വരുന്നില്ല. അതാണ് നമുക്ക് വാക്കുകൾ ഇങ്ങോട്ട് കിട്ടാത്തത്. നമുക്കറിയാം, ഇന്നും നമ്മൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ, ആകുലതകളെ നേരിടുന്നവരാണ്. ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് എന്തുണ്ട്? പ്രശ്നങ്ങളും പ്രതിസന്ധികളും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ഒന്നെങ്കിൽ സാമ്പത്തിക പ്രശ്നം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ മക്കളെക്കുറിച്ചുള്ള പ്രശ്നം, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെക്കുറിച്ചുള്ള പ്രശ്നം, അതുമല്ലെങ്കിൽ മാതാപിതാക്കളെക്കുറിച്ചുള്ള പ്രശ്നം. ഇങ്ങനെ ഒന്ന് മാറി ഒന്നായിട്ട് നിരന്തരം പ്രതിസന്ധികളെ, പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളാണ് നമ്മളും നമ്മുടെ ജീവിത മേഖലകളും. ഈ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം കാലം എന്തുണ്ടാകും? പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകും. ഇന്ന് നമ്മൾ വചനത്തിലൂടെ കാണാൻ പോകുന്നത് ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ചാണ്. പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് നമ്മൾ താങ്ങുന്നും എടുക്കുന്നുമുണ്ട്. പക്ഷെ അത് ശരിയായ രീതിയിൽ ഈ പ്രശ്നങ്ങളെ ഒന്നെടുക്കാൻ, അത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ, ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ തളർന്ന് പരാജിതരാകാതെ അതിന്മേൽ വിജയം വരിക്കാൻ നമ്മൾ ഏത് വഴിയാണ് നോക്കേണ്ടതെന്ന് തിരുവചനം ചില അടയാളങ്ങളിലൂടെയും ചില അനുഭവങ്ങളിലൂടെയും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ നിന്ന് ചില കാര്യങ്ങളെ കർത്താവ് നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദിനവൃത്താന്ത പുസ്തകം 2-ാം ദിനവൃത്താന്തം 20-ാം അധ്യായം നമ്മൾ കാണുന്ന ഒരു സംഭവത്തിലൂടെ ഈ പ്രതിസന്ധികളുടെ മേഖലകളെ എങ്ങനെ തരണം ചെയ്യാമെന്ന് ഇന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ ജനം ദൈവസന്നിധിയിലേക്ക് നവീകരിക്കപ്പെട്ട് യോഗേഷെപ്പാത്ത് എന്ന് പറയുന്ന രാജാവിലൂടെ ഒന്ന് കയറി വരുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ രാജാവ് ഒന്ന് കരപിടിച്ച് ഇസ്രായേൽ ജനത്തെ ദൈവത്തിലേക്കൊന്ന് തിരിച്ച് ഒന്ന് പച്ചപിടിച്ച് കയറി വരുന്ന ഒരു സമയമായപ്പോൾ അവർ വളരുന്നു, അവരൊറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ മറ്റ് രാജാക്കന്മാർക്ക് എന്ത് തോന്നും? അസൂയയും അസ്വസ്ഥതയും അനുഭവപ്പെടും. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? മൊവാബ്യര്, അമ്മോനിയര്, മെയുന്യര് എന്ന് പറയുന്ന ഈ 3 രാജ്യങ്ങൾ ഒന്നു ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് തയ്യാറാകുകയാണ്. അപ്പം ചെറിയൊരു സമൂഹം, ഒരു രാജ്യമാണ് എന്തെന്ന് പറയുന്ന ഇസ്രായേൽക്കാർ. അവർക്കെതിരെ 3 രാജ്യങ്ങൾ, ശക്തമായ 3 രാജ്യങ്ങൾ, രാജാക്കന്മാരുടെ അതിശക്തമായ ബലത്തോടുകൂടി, സൈന്യബലത്തോടുകൂടി യുദ്ധത്തിന് വരുമ്പോൾ അതിനെ നേരിടാൻ ഇസ്രായേൽ ജനത്തിന് അത്ര എളുപ്പമല്ല. അതിൽ കടന്നു വരുന്ന ഒരവസ്ഥയിൽ വചനം പറയുന്നു, അവർ ഭയന്ന് കർത്താവിലേക്ക് തിരിഞ്ഞു. അപ്പോൾ ഈ വചനത്തിലൂടെ നമ്മളെ പ്രതിസന്ധികളിൽ എന്ത് ചെയ്യണമെന്ന് കർത്താവ് പഠിപ്പിക്കുമ്പോൾ 7 കാര്യങ്ങളാണ് ഇതിനകത്ത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തതാണ് യോഗേഷെപ്പാത്ത് രാജാവും ഇസ്രായേൽ ജനവും ഇങ്ങനെ തങ്ങൾക്കെതിരെ 3 രാജാക്കന്മാരൊന്നിച്ച് യുദ്ധത്തിന് വരുന്നു എന്നുള്ള വിവരം കിട്ടിയപ്പോൾ അവർ ഉടനടി എങ്ങോട്ട് തിരിഞ്ഞു? ഈജിപ്ത് ദേശത്തേക്കോ അവരുടെ സൈന്യബലത്തിലേക്കോ അവരുടെ സൈന്യാധിപരെ ഒന്നിച്ചു കൂട്ടി യുദ്ധതന്ത്രങ്ങൾ തയ്യാറാക്കുന്നതിലേക്കോ ഒന്നുമല്ല അവർ തിരിഞ്ഞത്. അവർ എന്ത് ചെയ്തു? അവർ കർത്താവിലേക്ക് തിരിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു? യൂദയായിലെങ്ങും ഉപവാസം പ്രഖ്യാപിച്ചു. എന്ന് പറയുമ്പോൾ എന്താണ്? മറ്റെല്ലാ കാര്യങ്ങളും, ഉപവാസം എന്ന് പറഞ്ഞാൽ കർത്താവിനോടുകൂടെ, ദൈവത്തോടുകൂടെ ആയിരിക്കുന്ന അവസ്ഥ. ഭക്ഷണവും പാനീയവും പോലും ഉപേക്ഷിച്ച് ദൈവത്തോടു കൂടി ആയിരിക്കുന്ന അവസ്ഥ. യൂദയായിൽ മുഴുവൻ അവർ ഉപവാസം പ്രഖ്യാപിച്ചു. എന്നിട്ട് അവർ എങ്ങോട്ടോടി? കർത്തൃ സന്നിധിയിലേക്ക് ഓടി. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് ചേർന്നു. അവർ കർത്താവിനെ അന്വേഷിച്ചു. യൂദയായിലെ എല്ലാ നഗരങ്ങളിൽ നിന്നും എല്ലാവരും
അവിടെ ജെറുസലേമിലേക്ക് എത്തി. ദേവാലയത്തിന് മുമ്പിലുള്ള പുതിയ അങ്കണത്തിൽ സമ്മേളിച്ചു. യൂദയ ജെറുസലേം നിവാസികളെ സംബോധന ചെയ്തുകൊണ്ട് യെഹോശാഫാത്ത് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, അവിടുന്ന് സ്വർഗസ്നായ ദൈവമാണല്ലോ. ഭൂമിയിലുള്ള സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു. ദൈവസന്നിധിയിൽ അവർ ഉപവാസം പ്രഖ്യാപിച്ച് ഒന്നിച്ചുകൂടി. അപ്പം ഒരു നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തി ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിലേക്ക് തിരിയുന്നു, ഉപവാസം പ്രഖ്യാപിക്കുന്നു, തങ്ങളുടെ കൂടെയുള്ളവരെ എല്ലാം എങ്ങോട്ട് കൊണ്ടുവരുന്നു? ആ ദേവാലയത്തിലേക്ക്, ദൈവസന്നിധിയിലേക്ക് ആനയിക്കുന്നു. അപ്പോൾ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ടായാൽ ഒരു കുടുംബനാഥ എന്ന നിലയിൽ അവരുടെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കണം? ആ ദൈവത്തിലേക്ക് തിരിയണം. തൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ നിൽക്കാനുള്ള ഒരു സന്നദ്ധത ഉണ്ടാകണം. എന്നിട്ട് എന്താ ചെയ്യുന്നേ? മൂന്നാമത്തെ കാര്യമാണ്, അവർ ദൈവത്തെ അന്വേഷിച്ച് ദൈവസന്നിധിയിലേക്ക് ഓടിയെത്തി. അവരെല്ലാവരെയും ദൈവസന്നിധിയിലേക്ക് ആനയിച്ചു. മൂന്നാമത് എന്ത് ചെയ്തു? ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും ദൈവത്തിൻ്റെ തനിമയും ദൈവജനത്തിന് മുമ്പിൽ ഏറ്റുപറയുകയാണ്. കണ്ടോ, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവേ, പിതാക്കന്മാരുടെ ദൈവമായ കർത്താവെ, ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയും തലമുറയുള്ള അവരുടെ വിശ്വാസത്തെ അവർ ഉറപ്പിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, സ്വർഗസ്നായ ദൈവമാണല്ലോ ഭൂമിയിലെ സകല ജനതകളെയും അവിടുന്നാണല്ലോ ഭരിക്കുന്നത്. സർവ്വതും സൃഷ്ടിച്ചതും സർവ്വതും പരിപാലിക്കുന്നതും സർവ്വതിനെ നയിക്കുന്നതും ആരാണെന്ന് ഏറ്റുപറയുന്നു? ദൈവമാണെന്ന് ഏറ്റുപറയുന്നു. ദൈവത്തിൻ്റെ സർവത്വത്തെ, ദൈവത്തിൻ്റെ ശക്തിയെ, ദൈവത്തിൻ്റെ ബലത്തെ, ദൈവത്തിൻ്റെ അധികാരത്തെ, ദൈവത്തിൻ്റെ മഹത്വത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. അവർ ഒന്നു ചേർന്ന് ദൈവത്തെ ഏറ്റുപറഞ്ഞു. അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. അവർ അത് ഉച്ചത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ കരം, ഞങ്ങളുടെ കലം ദുർബലമാകാം, അശക്തമാകാം, പക്ഷേ ഞങ്ങളുടെ കൂടെയുള്ള ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരം എങ്ങനെയുള്ളതാണ്? ആ കർത്താവിൻ്റെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയിട്ട് പറഞ്ഞേ, കർത്താവേ, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. കർത്താവേ, കർത്താവേ, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രശ്നം ഈ ഒരു വചനത്തിൻ്റെ അഭിഷേകത്തോടെ ഒന്ന് കർത്താവിന് കൊടുത്തേ. അവിടുന്ന് കരുത്തുറ്റവൻ. അവിടുത്തെ കരം എന്തുണ്ട്? കരത്തിന് കരുത്തുണ്ട്, പ്രബലതയുണ്ട്. എങ്കിൽ ആ കരമൊന്ന് നീട്ടിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, അതെന്തുമാകട്ടെ, കടബാധ്യതയാകട്ടെ, രോഗമാകട്ടെ, തെറ്റിദ്ധാരണയാകട്ടെ, കുറ്റപ്പെടുത്തലുകളാകട്ടെ, കുറ്റാരോപണങ്ങളാകട്ടെ, മാറ്റി നിർത്തപ്പെട്ട അവസ്ഥയാകട്ടെ, ജോലിയില്ലാത്ത അവസ്ഥയാകട്ടെ, ആ കർത്താവിൻ്റെ കരമൊന്ന് നീട്ടിയാൽ അവിടെ എന്തുണ്ടാകും? ആ പ്രബലമായ കരം, കരുത്തുറ്റ കരം, അതൊന്ന് നീട്ടിയാൽ അവിടെ അടയാളങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് വിശ്വാസത്തോടെ പറയണം, കർത്താവേ, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. കർത്താവേ, അങ്ങയുടെ കരം കരുത്തുറ്റതും പ്രബലവുമാണ്. ഈ വചനമൊന്ന് ഉള്ളിലേക്ക് സ്വീകരിക്കണം. അതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി ഇടയ്ക്കിടയ്ക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഏറ്റുപറയാൻ നമ്മൾ പഠിക്കണം. അപ്പോഴവിടെ ദൈവത്തിൻ്റെ കരം നീട്ടപ്പെടുകയും അത്ഭുതങ്ങൾ സംഭവിക്കുകയും ചെയ്യും. അങ്ങയോട് എതിർത്ത് നിൽക്കാൻ ആർക്ക് കഴിയും? ഞങ്ങളുടെ ദൈവമേ, അങ്ങ് സ്വന്തം ജനമായ ഇസ്രായേലിന് മുമ്പിൽ നിന്ന് ഈ ദേശത്തെ നിവാസികളെ
തുരുത്തുകയും അങ്ങയുടെ സ്നേഹിതനായ അബ്രാഹത്തിൻ്റെ സന്തതികൾക്ക് അത് ശാശ്വത അവകാശമായി നൽകുകയും ചെയ്തുവല്ലോ എന്ന് പറയുമ്പോൾ എന്താ? ദൈവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ദേശത്തിൽ ചെയ്തിരിക്കുന്ന നന്മകളെ, ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതികളെ ഏറ്റുപറഞ്ഞ് അവർ ദൈവത്തെ പ്രകീർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ കുടുംബത്തിലേക്ക് ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തു തന്ന നിരവധിയായ നന്മകളെ ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി പറയാൻ പഠിക്കുമ്പോൾ ദൈവം മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തെ അവിടെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവം അവിടെ മഹത്വപ്പെടുകയാണ്. അതുകൊണ്ട് അവകാശമായി ഞങ്ങൾക്ക് വസിക്കാൻ ദൈവം നൽകിയ ഈ ദേശം, ദൈവം അന്ന് ഇസ്രായേൽ ജനത്തിന് അവകാശമായി കൊടുത്തത് ഒരു ദേശമാണെങ്കിൽ, ഇന്ന് ക്രൈസ്തവ മക്കൾക്ക് അവകാശമായി ദൈവം നൽകിയിരിക്കുന്നത് എന്താണ്? ദൈവം തന്നെ മക്കൾക്ക് അവകാശമായി നൽകിയിരിക്കുന്നത് എന്താ? പരിശുദ്ധാത്മാവിനെ. പിന്നെ നമുക്ക് ജീവനും കരുത്തും ബലവും നൽകാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന എന്താ? വിശുദ്ധ കുർബാന. അതേക്കുറിച്ച് കഴിഞ്ഞ മണിക്കൂറുകൾ നമ്മൾ പഠിച്ചേ അല്ലേ? ഈ ഏകരക്ഷകൻ, ഞങ്ങളുടെ സഭാസ്ഥാപകൻ ഒരു സന്ദേശം പറയുന്നുണ്ട്. ഒരു ഇതേക്കുറിച്ച് പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തിനും കരുണയ്ക്കും വേണ്ടി സ്വർഗത്തിൻ്റെ വാതിൽ മുട്ടുമ്പോൾ ദൈവം വാതിൽ തുറക്കുക മാത്രമല്ല, തൻ്റെ പുത്രനായ രക്ഷകനെ പോലും ഭൂമിയിലേക്ക് അയച്ച് തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൃപയ്ക്ക് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, കരുണയ്ക്ക് വേണ്ടി നിലവിളിച്ചപ്പോൾ ദൈവം എന്തു ചെയ്തു? അവർക്ക് പലതും കൊടുത്തു. അവസാനം ദൈവം തൻ്റെ ഏകജാതനെയും നൽകി. ഈ ഏകജാതൻ വഴി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്താണ്? ആ ഏകജാതനെ പോലും മാറ്റിവെക്കാതെ സർവ്വതും നൽകുന്ന ദൈവം എന്തെങ്കിലും നമുക്ക് നൽകാതിരിക്കുമോ? പൗലോസ്ലീഹ ചോദിക്കുന്നുണ്ട്. അവൻ തൻ്റെ ഏകജാതനെ പോലും നൽകാൻ തക്ക വിധം നമ്മെ സ്നേഹിച്ച ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് എന്തെങ്കിലും നിഷേധിക്കുമോ? എന്തെങ്കിലും നൽകാതെ ഇരിക്കുമോ? എങ്കിൽ ഈ ഒരു ആഴപ്പെട്ട ബോധ്യം നമുക്കുണ്ടാകണം. രക്ഷകനെ നൽകിയെന്ന് മാത്രമല്ല, രക്ഷകൻ നിത്യവും നമ്മോടുകൂടി ആയിരിക്കാൻ രക്ഷകൻ്റെ മുഴുവൻ ജീവസത്ത മുഴുവനും വിശുദ്ധ കുർബാനയിൽ ഒരുക്കി അപ്പമായി, ജീവനായി നിത്യം ഭക്ഷിക്കാനും കരുത്തുറ്റവരാകാനും ശക്തി നേടാനും വേണ്ടി അപ്പമായി ദൈവം നമുക്കായി നൽകി. എങ്കിൽ പ്രിയമുള്ളവരെ, ദൈവം നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്നത് നിത്യജീവനും അതിൻ്റെ കൃപകളുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകത്തിലെ താൽക്കാലിക സുഖഭദ്രതകൾ മാത്രമല്ല, അതെല്ലാം ദൈവം കൂട്ടിച്ചേർക്കുന്ന കൂടത്തിൽ തന്നെ അതിനെ അതിജീവിക്കുന്ന മക്കൾക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന എന്താണ്? നിത്യജീവനും സ്വർഗവുമാണ്. ആ ദൈവത്തിൻ്റെ സ്വന്തം അവകാശം പങ്കിട്ട് തരാൻ മാത്രം തൻ്റെ ഏകജാതനിലൂടെ ദൈവം മനുഷ്യനെ ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് ദൈവം മനുഷ്യന് നൽകിയത്. എന്തായിരുന്നു? 1 ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവും നൽകി. 2 ദൈവം സർവത്തിൻ്റെ മേൽ, ഭൂമിക്ക് മേൽ നമുക്ക് എന്ത് ചെയ്യുന്നു? ആധിപത്യവും അധികാരവും നൽകി. 3 എവിടെയൊക്കെയോ ഓർക്കുന്നുണ്ട്, ഇത്രയും പിടിച്ചെടുത്തത് സന്തോഷം. എന്ത് തന്നു? 3ാമത് നമുക്ക് വാഗ്ദാനം ദൈവം നൽകിയത് എന്തായിരുന്നു? മനുഷ്യർക്ക് നൽകിയത് എന്തായിരുന്നു? പറുദീസായായിരുന്നു. പാപം ചെയ്തപ്പോൾ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയതും എന്തായിരുന്നു? ദൈവത്തിൻ്റെ ഛായയിൽ മങ്ങലേറ്റു. പിന്നെ അധികാരവും ആധിപത്യവും നഷ്ടപ്പെട്ടു, പറുദീസ ഇല്ലാതായി. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്ഷകന്റെ വരവോടുകൂടി ദൈവത്തിൻ്റെ ഛായയിലേക്ക്, സ്വന്തം പിതാവിൻ്റെ മക്കളെന്ന സ്ഥാനത്തേക്ക് വീണ്ടും നമ്മൾ ദത്തുപുത്രരായി ഉയർത്തപ്പെട്ടു. മാമോദീസ സ്വീകരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിൽ ഒന്നുചേരുന്ന, സഭയിലേക്ക് ചേർന്ന് നിൽക്കുന്ന എല്ലാ മക്കളും ഈ അവകാശത്തിൽ പങ്കുചേരുകയാണ്. എങ്ങനെ? ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാര കുരിശുമരണ പിടാസകന ഉത്ഥാനത്തിൻ്റെ യോഗ്യതകളിൽ മുൻനിർത്തിക്കൊണ്ട് ഈ മാമോദീസ എന്ന കുദാശ സ്വീകരിക്കുന്നത് വഴി സർവ്വ മക്കൾക്കും എന്തു തരുന്നു? ഈ അവകാശത്തിൽ നമ്മളെ പങ്കുചേർത്ത് നഷ്ടപ്പെട്ട 3 മേഖലകളും കൂട്ടിച്ചേർത്തു. അപ്പോൾ ക്രിസ്തുവിൽ ഒന്നായിരിക്കുന്നവൻ ആരാണ്?
ദൈവത്തിൻ്റെ പുതിയ സൃഷ്ടിയാണ്, മകനാണ്, മകളാണ്, ദൈവഛായയിൽ തിളങ്ങി പ്രശോഭിക്കുന്നവരാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നൽകിയ നന്മകളും കൃപകളും ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ നമ്മൾ എന്തിനെ ഓർത്താ? നമുക്ക് വീട് തന്നതിനെ ഓർത്ത്, നമുക്ക് ആരോഗ്യം തന്നതിനെ ഓർത്ത്, നമുക്ക് പഠനം തന്നതിനെ ഓർത്ത്, ജോലി തന്നതിനെ ഓർത്ത് മാത്രമാണോ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടത്? അതിലെല്ലാം ഉപരിയാണ് എന്നെ ഒരു ക്രൈസ്തവനായി ഈ ഭൂമിയിൽ എനിക്ക് ജന്മം നൽകി, മനുഷ്യ അസ്തിത്വം നൽകി, അതിനെ വിശുദ്ധീകരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മകനും മകളുമായി തിരുസഭയിൽ അംഗമാക്കി മാമോദീസ എന്ന കുദാശയിലൂടെ എന്നെ ചേർത്ത് നിർത്തി ഉയർത്തിയതിന് ദൈവപിതാവിന് ദൈവപുത്രനിലൂടെ നിരന്തരം നന്ദിയും സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാൻ കടപ്പെട്ടവരാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേൽ ജനം കാനാൻ ദേശം അവകാശമായി കിട്ടിയത് അവർ ഏറ്റുപറഞ്ഞ് സ്തുതിച്ചെങ്കിൽ ദൈവം നമുക്ക് അവകാശമായി നൽകിയിരിക്കുന്ന ഈ ജീവൻ്റെ തനിമയെ ആരും കവർന്നെടുക്കാതെ, ആരും നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനും സുരക്ഷിതമാക്കാനുമുള്ള വലിയ ഉത്തരവാദിത്വവും ബാധ്യതയും നമുക്കുണ്ട്. അതോടൊപ്പം ആ നന്മയോർത്ത് നിരന്തരം എന്ത് ചെയ്യണം? ആ ദൈവത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇസ്രായേൽ ജനം എന്തു ചെയ്തു? ശാശ്വതമായ അവകാശം നൽകുകയും ചെയ്തുവല്ലോ. അവർ അവിടെ വസിക്കുകയും അങ്ങയുടെ നാമത്തിന് ഒരാലയം പണിയുകയും ചെയ്തു. അവർ പറഞ്ഞു, യുദ്ധം ഇതിയായ മഹാക്ഷാമങ്ങളൊന്നും ഇതിനെ ബാധിക്കാതെ ഇരിക്കാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത വചനം 12 നോക്കിക്കേ. ഞങ്ങളുടെ ദൈവമേ, അങ്ങ് അവരുടെ മേൽ ന്യായമായി വിധി നടത്തുകയില്ലേ? ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യവ്യൂഹത്തോട് പൊരുതാൻ ഞങ്ങൾ അശക്തരാണ്. വലിയൊരു സൈന്യത്തെക്കുറിച്ച്, അവരുടെ ആരവത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ട് അവർ പറയുകയാണ്, ഞങ്ങൾ അശക്തരാണ്. ഞങ്ങൾക്കെതിരെ വരുന്ന ഈ ഒരു വലിയ വ്യൂഹത്തെ, സൈന്യവ്യൂഹത്തെ തുരത്തുവാനും അവരെ പരാജയപ്പെടുത്താനും ഞങ്ങൾ ആരാണ്? അശക്തരാണ്. നമ്മൾ ഓർക്കണം പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ സുരക്ഷിതരാണോ? ആണോ? നമ്മുടെ മക്കൾ സുരക്ഷിതരാണോ? നമ്മൾ പഠിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെ പറഞ്ഞു വിടുന്നു, അവർ സുരക്ഷിതരാണോ? നമുക്കെന്താ ഉറപ്പുള്ളേ? എന്താ ഉറപ്പുള്ളേ? എന്തിലാ ഉറപ്പുള്ളേ? കർത്താവിൽ നമുക്കൊരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? കർത്താവ് നമ്മുടെ മക്കളെ കാത്തുകൊള്ളും, നമ്മുടെ കുടുംബത്തെ കാത്തുകൊള്ളും. നമ്മൾ അതുകൊണ്ട് വചനം പൗലോസ്ലീഹ പറയുന്നു, നിൽക്കുന്നവൻ വീഴാതിരിക്കാൻ സൂക്ഷിക്കട്ടെ. എത്ര ഉറപ്പോടെ നിൽക്കുമ്പോഴും കരുതലുകളും ശ്രദ്ധയും വേണം. കരുതലുകളും നല്ല ശ്രദ്ധയും നമുക്ക് വേണം. ഇല്ലെങ്കിൽ സൈന്യവ്യൂഹം പഴുത് നോക്കി കടന്നു വരും. അതുകൊണ്ട് നമ്മൾ ദിനവും ഏറ്റുപറയണം, കർത്താവേ, ഈ ശത്രുക്കളെ തുരുത്തി ഓടിക്കാൻ ഞങ്ങൾ അശക്തരാണ്. നമ്മൾ തന്നെ ആശ്രയിക്കുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു പോകും. 4-ാമത്തെ കാര്യം അതാണ്, നമ്മുടെ ഇല്ലായ്മകളെ ഏറ്റുപറയുക, നമ്മുടെ കുറവുകളെ ഏറ്റുപറയുക, നമ്മളുടെ പരാജയങ്ങളെ ഏറ്റുപറയുക, അനുദപിക്കുക, പോരായ്മകളെ ഏറ്റുപറഞ്ഞ് നല്ല കുമ്പസാരത്തിന് തയ്യാറാകുക. എവിടെയൊക്കെയാണോ വീഴ്ച വന്നിട്ടുള്ളത്, എവിടെയൊക്കെയാണോ നമ്മൾ പരാജയപ്പെട്ടിട്ടുള്ളത്, എവിടെയൊക്കെയാണോ അത് ചിന്തയിലാകാം, വാക്കിലാകാം, പ്രവൃത്തിയിലാകാം, വിചാരങ്ങളിലാകാം, ചെയ്യേണ്ട ചില നന്മകൾ ചെയ്യാതെ പോയതിലാകാം, അവയെ വിവേചിച്ചറിഞ്ഞ് നമ്മുടെ അശക്തി, നമ്മുടെ ഇല്ലായ്മ ഏറ്റുപറഞ്ഞ് ദൈവശക്തിയെ പ്രഘോഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരം നമുക്ക് നേരെ നീട്ടാൻ വീണ്ടും അവിടുന്ന് തയ്യാറാകും. എന്തുകൊണ്ടെന്നാൽ അശക്തരാണ്, എന്ത് ചെയ്യേണ്ടു എന്ന് ഞങ്ങൾക്കറിയില്ല, എങ്കിലും ഞങ്ങൾ അങ്ങയിൽ അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ. എന്ത് ചെയ്യേണ്ടതെന്ന് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയുള്ള ചില മേഖലകളിൽ അകപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. കടം കയറി ഞങ്ങളെ മൂടിയിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്നിനി
ഞങ്ങൾക്കറിയില്ല. ചില രോഗപീഠകൾ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കാർന്ന് തിന്നുന്നുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ഒന്ന് ഞങ്ങൾ ചെയ്യുന്നു, അങ്ങിൽ അഭയം പ്രാപിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇസ്രായേൽ ജനം ഒന്നു ചേർന്ന് കർത്താവിൽ അഭയം പ്രാപിച്ച് അവിടുത്തെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ 14-ാമത്തെ വചനം നോക്കിക്കേ. അപ്പോൾ കർത്താവിൻ്റെ ആത്മാവ് സഭാമധ്യേ നിന്നിരുന്ന അസപ്പ വംശജനും ലേവ്യനുമായ യാഗാസിൻ്റെ മേൽ വന്നു. കണ്ടോ, സഭ ഒന്നിച്ച്, സമൂഹം ഒന്നിച്ച് അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ആത്മാവ് രാജാവിലേക്കോ സൈന്യത്തിലെ ശ്രേഷ്ഠന്മാരിലേക്കോ അല്ല വന്നേ, അതിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരുവനിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു വന്നു. എന്നിട്ട് എന്താണ് അതിൻ്റെ 15-ാമത്തെ വചനം നോക്കിക്കേ. കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് അവൻ പറയുകയാണ്, കർത്താവ് എന്താണ് ആത്മാവിലൂടെ പറഞ്ഞത്? നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർക്ക് ആ വ്യക്തിയിലൂടെ കർത്താവിൻ്റെ ആത്മാവ് അവരോട് സംസാരിക്കുകയാണ്. ആരിൽ അഭയം തേടിയിരുന്നു? കർത്താവിൽ അഭയം തേടിയിരുന്നു. അപ്പം 4 അശക്തി, നമ്മുടെ ഇല്ലായ്മകൾ ഏറ്റുപറയുന്നു. 5 കർത്താവിന് പൂർണ്ണമായ ആശ്രയം പ്രഖ്യാപിക്കുന്നു. 6 എന്താണ് ഇവിടെ കാണുന്നത്? കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളെ, ആത്മാവിൻ്റെ പ്രചോദനങ്ങളെ, ആത്മാവ് തരുന്ന മേഖലകളെ അവരെന്ത് ചെയ്യുന്നു? അംഗീകരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞേ? കർത്താവ് നിങ്ങളോട് അരുളി ചെയ്യുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളല്ല ദൈവമാണ് പൊരുതുന്നത്. നാളെ അവർക്കെതിരെ പുറപ്പെടുക. എന്ത് ചെയ്യണമെന്ന് അവർക്ക് എന്ത് ചെയ്യുന്നു? വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് അതിനുശേഷം അവർ പൊരുതാൻ തയ്യാറായി. പിറ്റേ ദിവസം രാവിലെ 20-ാമത്തെ വചനം നോക്കിക്കേ. അതിൻ്റെ ബാക്കി നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നിച്ചൊന്ന് വായിക്കണേ. മുഴുവൻ വായിച്ചു പോയാൽ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ്. പിറ്റേ ദിവസം അതിരാവിലെ അവർ തെക്കോവ മരുഭൂമിയിലേക്ക് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോൾ യോശഫാത്ത് അവരെ അഭിസംബോധന ചെയ്തു പറഞ്ഞു, യൂദയ ജെറുസലേം നിവാസികളെ കേൾക്കുവിൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിൽ വിശ്വസിക്കുവിൻ. ഈ വചനം കേട്ടതോടെ ഈ രാജാവിന് എന്തായി? ആത്മധൈര്യമായി, ശക്തിയായി. അവരോട് പുറപ്പെടാൻ പറഞ്ഞു. അവരെന്ത് ചെയ്തു? മരുഭൂമിയിലൂടെ കടന്ന് അവർ സൈന്യത്തിനെതിരെ, വലിയൊരു സൈന്യവ്യൂഹമാണ്, പക്ഷേ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് തങ്ങൾ ചെറിയൊരു സൈന്യം അവർക്കെതിരെ പൊരുതാൻ പോവുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞേ? നിങ്ങൾ കർത്താവിൽ വിശ്വസിക്കുവിൻ, നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഉറപ്പ് കൊടുക്കുകയാണ്. ഉറപ്പ്. അപ്പോൾ നേതൃത്വം നിൽക്കുന്നവർക്ക് എന്തുണ്ടാകണം? വിശ്വാസത്തിൻ്റെ ഒരു കരുത്തും ദൈവത്തിലുള്ള ഒരു ഉറപ്പും നമുക്കുണ്ടാകണം. അത് പകർന്നു കൊടുക്കാനും കഴിയണം. അവിടുത്തെ പ്രവാചകന്മാരെ ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്ത് ചെയ്യണം? അവിടുത്തെ പ്രവാചകന്മാരിൽ വിശ്വസിക്കുവിൻ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങളിൽ, പ്രവചനങ്ങളിൽ, കർത്താവിൻ്റെ വെളിപ്പെടുത്തലുകളിൽ, ആത്മാവിൻ്റെ പ്രേരണകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? വിശ്വസിക്കുവിൻ. വളരെ വ്യക്തതയോടെ പറയുന്നു, നിങ്ങൾ വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങൾ വിജയം വരിക്കും. വിശുദ്ധ വസ്ത്രങ്ങൾ അടിഞ്ഞ് സൈന്യങ്ങളുടെ മുമ്പാകെ നടന്ന് കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുത്തെ അചഞ്ചലമായ സ്നേഹം ശാശ്വതമാണെന്ന് പാടാൻ ജനങ്ങളുമായി ആലോചിച്ച് അവർ ഗായകരെ നിയോഗിച്ചു. അപ്പോൾ യുദ്ധത്തിന് പോയവരെന്താ ചെയ്തേ? പാട്ടുപാടി ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണെന്ന് അവർ ഒന്ന് ചേർന്ന് ഗായകരോട് ചേർന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തെ അങ്ങ് മഹത്വപ്പെടുത്തി. ഇനിയുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അവർ പാടി സ്തുതിക്കാൻ തുടങ്ങിയപ്പോൾ യൂദിയായെ ആക്രമിക്കാൻ വന്ന അമ്മോന്യർ, മൊബാബിയർ, സെയിർ പർവ്വത നിവാസികൾ എന്നിവർക്കെതിരെ കർത്താവ് കെണിയൊരുക്കി. നമ്മുടെ ശത്രുവിനെതിരെ ആര് കെണിയൊരുക്കി? കർത്താവ് കെണിയൊരുക്കി. നമ്മളിവിടെ യുദ്ധത്തിന് പോയോ? അവരോട് പറഞ്ഞത് അവർ ചെയ്തു. അതിനുശേഷം കർത്താവിൻ്റെ സ്നേഹം ശാശ്വതമാണ് എന്ന് പറഞ്ഞ് അവർ ഗാനം ആലപിച്ച് പാടി സ്തുതിച്ച നിമിഷം അവർക്കെതിരെ കെണിയൊരുക്കി. അമ്മോന്യരും മൊബിയരും ഒന്നിച്ച് സെയിർ പർവ്വത നിവാസികൾക്കെതിരെ പൊരുതി. അവർ നിശേഷം നശിച്ചു. അതിനുശേഷം അമ്മോന്യരും മൊബിയരും ആക്രമിച്ച് അവരും പരസ്പരം നശിച്ചു. കണ്ടോ? യൂദയ സൈന്യം മരുഭൂമിയിലെ കാവൽ ഗോപുരത്തിൽ വന്ന് ശത്രു സൈന്യത്തെ നോക്കിയപ്പോൾ ശവശരീരങ്ങൾ
നിലത്ത് കിടക്കുന്നത് അവർ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ വാസ്തവത്തിൽ ഇസ്രായേൽ ജനം എന്തേ ചെയ്തുള്ളൂ? യുദ്ധം ചെയ്തോ? ഇല്ല. അവർ ദൈവത്തിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും ദൈവത്തെ പാടി സ്തുതിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹം ശാശ്വതമാണെന്ന് പ്രഘോഷിക്കുകയും ചെയ്തത് മാത്രമേ ഉള്ളൂ. എങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഈ ആലയത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണമാകുന്ന ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ മഹത്തായ അത്ഭുതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലതുകരം ഉയർത്തിയിട്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയം വരിക്കും. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങൾ വിജയം വരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതേ അനുഭവം തന്നെ നമ്മൾ അപ്പോസ്തല പ്രവർത്തനത്തിലും കാണുന്നുണ്ട്, ഇല്ലേ? പിന്നെ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട പൗലോസും സീലാസും ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് അവിടെ കഴിയുമ്പോൾ അവർ എന്ത് ചെയ്തെന്നാണ് നമ്മൾ വചനം വായിക്കുന്നേ? അവർ കീർത്തനം പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. അവിടെ എന്ത് സംഭവിച്ചു? ചങ്ങലകൾ അഴിയപ്പെട്ടു, ബന്ധനങ്ങളെല്ലാം തകർന്നു, കാരാഗ്രഹത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെട്ടു. അപ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ മാത്രമാണോ സംഭവിക്കുന്നത്? തൻ്റെ സ്വന്തം ജനം എന്ന് മുദ്രകുത്തി തൻ്റെ ഏകജാതനെ പോലും നൽകി രക്ഷാകര പദ്ധതികളെ നമ്മളിൽ പൂർത്തീകരിച്ച് തൻ്റെ ജീവൻ മുഴുവൻ നൽകി വീണ്ടെടുത്ത ദൈവത്തിൻ്റെ മക്കൾ എവിടെയൊക്കെ പരാജയപ്പെടുന്നുണ്ടോ അവിടെയൊക്കെ ദൈവം കരം നീട്ടി നമുക്ക് അനുഗ്രഹങ്ങൾ തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ആഴമായ ഒരു അവബോധം ഉണ്ടാകണം. ദൈവത്തിൻ്റെ കൃപയും ശക്തിയും തിരിച്ചറിയാൻ പറ്റാത്തതാണ് പലപ്പോഴും നമ്മുടെ പരാജയത്തിൻ്റെ കാരണം. എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-ാം വചനം നമ്മെ ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു: നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടുത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിലും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന ദൈവത്തിന് കൃതജ്ഞത ഉണ്ടായിരിക്കട്ടെ. അതുകൊണ്ട് ഓർക്കണം, നമ്മളിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറയുന്നത് ആരുടെ ശക്തിയാ? ആ ദൈവത്തിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ആ ശക്തി വഴി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിലൂടെ, യേശുക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെയും യോഗ്യതയാൽ, രക്ഷാകരമായ ഫലങ്ങളുടെ യോഗ്യതയാൽ സഭയിലേക്ക് അവിടുന്ന് ധാരാളമായി തലമുറകളോളം ധാരാളമായി അനുഗ്രഹങ്ങൾ വർഷിക്കും. വചനം 19 നോക്കിയേ: അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങൾ ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയാൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അപരിമയം എന്ന് പറയുന്നത് നമ്മുടെ അറിവിൻ്റെയും കഴിവിൻ്റെയും ഗ്രാഹ്യതയുടെയും ഒക്കെ അപ്പുറത്താണ്, വളരെ അപ്പുറത്താണ്. അതുകൊണ്ട് അറിവിനെ അതിശയിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം ഗ്രഹിക്കാനും അതുവഴി ദൈവത്തിൻ്റെ സമ്പൂർണതയിൽ നിങ്ങൾ പൂരിതരാകാനും ഇടയാകട്ടെ. ഹല്ലേലൂയ. വീണ്ടും എഫേസ്യർ 1:7 പറയുന്നു: അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പലവിധ തിന്മകളുടെ മേഖലകളിൽ ബന്ധിതമായ മക്കളായിരിക്കാം ഒരുപക്ഷെ നമ്മൾ. അതുകൊണ്ട് കർത്താവ് പറയുന്നു, അതിൽ നിന്ന് നമുക്ക് എങ്ങനെ വിടുതൽ കിട്ടും? ആ പ്രശ്നങ്ങൾ നമുക്ക് എങ്ങനെ വിടുതൽ കിട്ടും? എന്താ വചനം പറഞ്ഞേ? അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ
അവിടുത്തെ കൃപയുടെ സമൃദ്ധി, അതാണ് ക്രിസ്തുവിലൂടെ നേടിത്തന്നത്. ആ ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. 2013 ഒക്ടോബർ 4 ഫ്രാൻസിസ് പാപ്പ, പിന്നെ നമ്മുടെ ഫ്രാൻസിസ് അസിസിയുടെ ഖബറിടത്തിൽ തിരുനാൾ ആഘോഷത്തിനായി ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ നിന്ന് ജനത്തോട് പറയുകയാണ്, ക്രിസ്തുവിനെ പ്രതി തൻ്റെ ഉടുതുണി പോലും ഉരിഞ്ഞ് മാറ്റപ്പെട്ട ഒരു സ്ഥലത്താണ്, ഒരു വ്യക്തിയുടെ ഖബറിടത്തിലാണ്, ശ്രേഷ്ഠവും മഹനീയവുമായ ആ നാമം വഹിക്കുന്ന സംപൂജ്യമായ സ്ഥലത്താണ് നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ക്രിസ്തു തൻ്റെ ശരീരത്തിൽ നിന്ന് സർവ്വ മക്കളുടെയും പാപത്തിൻ്റെ ഭാരം ഏറ്റെടുത്ത് തൻ്റെ വസ്ത്രം ഉരിഞ്ഞു മാറ്റിയപ്പോൾ പാപത്തിൻ്റെ സർവ്വ ചങ്ങലകളെയും സർവ്വ മാലിന്യങ്ങളെയും മനുഷ്യ മക്കളിൽ നിന്ന് ഉരിഞ്ഞു മാറ്റിയതായിരുന്നു. അതിനെ പ്രഘോഷിച്ചുകൊണ്ടാണ് ഫ്രാൻസിസ് അസിസി തൻ്റെ യുവത്വത്തിൽ തന്നിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ശക്തിയാൽ അദ്ദേഹം ഉടുതുണി പോലും ഉരിഞ്ഞു മാറ്റിക്കൊണ്ട് ഈ ലോകത്തിന്മേൽ താൻ മരിച്ചുവെന്നും ക്രിസ്തുവിൽ താൻ ഒരു പുതിയ സൃഷ്ടിയാണെന്നും ലോകത്തോട് പ്രഖ്യാപിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നിട്ട് ഫ്രാൻസിസ് പാപ്പ കൂട്ടിച്ചേർക്കുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസിസിയുടെ തിരുനാൾ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ദൈവം ഇന്ന് നമുക്ക് നൽകുന്ന ഒരാഹ്വാനം ഇതാണ്: ക്രിസ്തുവിൽ ഓരോരുത്തരും നവീകരിക്കപ്പെട്ട പുതിയ വ്യക്തികളായി, ക്രിസ്തുവിൽ ജീവിക്കുന്ന വ്യക്തികളായി മാറ്റപ്പെടുക എന്നതാണ്. അതേ പ്രിയമുള്ളവരെ, പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്ന് നമ്മൾ ഓടുമ്പോൾ ദൈവം നമ്മോട് ചില കാര്യങ്ങൾ ആഹ്വാനം ചെയ്യുന്നുണ്ട്. നമുക്ക് ദൈവം ക്രിസ്തുവിലൂടെ നേടിത്തന്ന ഈ മഹനീയമായ ജീവിതത്തിൻ്റെ മേഖലകളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നഷ്ടപ്പെട്ടു പോയ ദൈവിക ഛായ വീണ്ടെടുക്കണം. അത് ക്രിസ്തുവിലൂടെയാണ് നമുക്ക് വീണ്ടും അത് നൽകുന്നത്. മനുഷ്യൻ പാപത്താൽ ബന്ധിതനായതുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും വീഴുമെന്നും അവന് വീണ്ടും വീണ്ടും പരാജയങ്ങൾ ഉണ്ടാകുമെന്നും നന്നായി അറിയാവുന്നത് കൊണ്ടാണ് ക്രിസ്തു തൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത വീണ്ടും വീണ്ടും മനുഷ്യ മക്കൾക്ക് പകർന്നു തരാൻ വേണ്ടി എന്ത് സ്ഥാപിച്ചത്? വിശുദ്ധ കുർബാന. അതോടൊപ്പം എന്ത് കുദാശയാ? കുമ്പസാരം, അനുരഞ്ജന കുദാശ നമുക്ക് വേണ്ടി സ്ഥാപിച്ചത്. പ്രിയമുള്ളവരെ, ഈ അനുരഞ്ജന കുദാശയെ ഹൃദയത്തോട് ചേർത്ത് വെക്കുമ്പോഴൊക്കെ നമ്മൾ ക്രിസ്തുവിൻ്റെ കുരിശുമരണവും ഉത്ഥാനവും അത് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ആ രക്ഷയുടെ ആ കൃപാവരം മുഴുവനും നമ്മൾ സ്വന്തമാക്കുക. അവിടുത്തെ കൃപയുടെ സമൃദ്ധി, പൗലോസ്ലീഹയുടെ വാക്കുകളിൽ അവിടുത്തെ കൃപയുടെ സമൃദ്ധി, ദൈവകൃപയുടെ സമൃദ്ധി മുഴുവനും നമ്മളിലേക്ക് അവിടുന്ന് ക്രിസ്തുവിലൂടെ പകരുന്ന അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ നിമിഷമാണ്. അതുകൊണ്ട് കുമ്പസാരക്കൂടിനെ സമീപിക്കാൻ നമ്മൾ ഒരിക്കലും ഭയപ്പെടരുത്, ഒരിക്കലും മടി കാണിക്കരുത്, ഒരിക്കലും അമാന്തത കാണിക്കരുത്. ഈ തൻ്റെ കുരിശുമരണം വഴി മരണത്തെ പോലും കീഴ്പ്പെടുത്തിയവനാണ് എങ്കിൽ ആ കുദാശ ക്രിസ്തു അത് നമ്മളിലേക്ക് പകരാൻ വേണ്ടി അവിടുന്ന് സ്ഥാപിച്ചു തന്ന കുദാശകളിൽ എപ്പോഴൊക്കെ പങ്കെടുക്കുന്നോ അപ്പോഴൊക്കെ നമ്മളിലേക്ക് എന്ത് ചെയ്യുന്നു? ക്രിസ്തു നേടി തന്നിരിക്കുന്ന ഈ കൃപാവരം മുഴുവനും പകരുകയാണ്. എങ്കിൽ ഒരു മാമോദീസയിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ, ഒരു വിഭാഗം കുദാശ ആശീർവദിക്കപ്പെടുമ്പോൾ അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയാൽ, ഒരു തിരുപ്പട്ട പരികർമ്മം ചെയ്യപ്പെടുമ്പോൾ, ഒരു പുത്തൻ കുർബാന അല്ലെങ്കിൽ തിരുപ്പട്ട കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ അതിൽ പങ്കുചേരാൻ ഇടയായാൽ, ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ ഇടയായാൽ, ഒരു രോഗീലേപനം കൊടുക്കുമ്പോൾ അതിൽ പങ്കുചേരാൻ ഇടയായാൽ, അതിൽ ചേരുന്നവർക്കും അതിന് അർഹമാകുന്നവർക്കും എന്ത് കിട്ടുന്നുണ്ട്? കൃപാവരം കിട്ടുന്നുണ്ട്. ഇന്നത്തെ ആഘോഷങ്ങൾ വരൊക്കെ വിവാഹം നടക്കുമ്പോഴെന്താ സംഭവിക്കുന്നത്? പള്ളിയിൽ അച്ഛനും വേണ്ടപ്പെട്ടവരും ഒക്കെ വിവാഹം നടത്തട്ടെ, നമ്മൾ എന്തിനു വിളിക്കപ്പെട്ടവരാ? സദ്യ ഉണ്ണാൻ വിളിക്കപ്പെട്ടവരാ. ഇവിടെ നമ്മൾ എങ്ങോട്ടോടും?
എങ്ങോട്ടാ ഓടുന്നേ? നമുക്ക് എന്ത് മതി? ഈ 4 ചാൺ വയറൊന്നും നിറഞ്ഞു കിട്ടിയാൽ മതി. നമ്മൾ സംതൃപ്തരാ. കൈ കഴുകി വന്നെങ്കിൽ നന്നായിരുന്നെന്ന് പറഞ്ഞു, അല്ലെങ്കിലോ എന്നതായിരുന്നു അവൻ വിളിച്ചു കൂട്ടിയിട്ട് തന്നു തന്നെ അത് കണ്ടില്ല, എവിടുന്ന് കിട്ടിയതാണോ ഇതൊക്കെ, എവിടുന്ന് കിട്ടിയതാണോ ഇതൊക്കെ എന്ന് പറഞ്ഞ് ഒന്ന് വെറുതെ പല്ലേലും കുത്തി കയ്യും മണത്ത് കുറ്റം പറഞ്ഞ് നമ്മളങ്ങ് പോകും. നമുക്ക് തീർന്നു, വിവാഹച്ചടങ്ങ് തീർന്നു. എന്നാൽ അതിൻ്റെ മഹനീയമായ കൃപാവരങ്ങൾ എവിടെയാണ് വർഷിക്കപ്പെടുന്നേ? വിശുദ്ധ കുർബാന ദേവാലയത്തിൽ. അവിടെ വിശുദ്ധ കുർബാനയും വിവാഹവും എന്ന 2 കുദാശ പരിമർമ്മ ചെയ്യപ്പെടുന്ന ആ അനുഗ്രഹീതമായ നിമിഷത്തിലേക്ക് ഒന്ന് ചേർന്ന് നിൽക്കാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടുണ്ടോ? അതിൻ്റെ വലിയ സമ്പന്നതയിൽ നമ്മൾ പങ്കുകാരാകുകയാണ്. ഇന്ന് വിശുദ്ധ കുർബാന എത്രയും വേഗം ഓടിച്ചിട്ടൊന്ന് തീർത്തിട്ട് നമുക്ക് സത്യയ്ക്കും ഫോട്ടോ എടുക്കലിനും ആഘോഷങ്ങൾക്ക് ഓടണം. അതെങ്ങനെയെങ്കിലും ഒന്ന് തീർത്ത് കിട്ടിയാൽ വിവാഹം നടത്തണമെങ്കിൽ വിശുദ്ധ കുർബാനയിൽ നടക്കുകയുള്ളൂ എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് അതൊരു ചടങ്ങായി നിറവേറ്റി അങ്ങ് പോകാനാണ് തന്ത്രപ്പെടുന്നത്. മാമോദീസായും കുർബാനയൊക്കെ ആണെങ്കിൽ കുർബാന ഇല്ലാതെ തന്നെ അങ്ങ് നടത്താമെങ്കിൽ നല്ല കാര്യം അല്ലേ? അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം വേഗം തീരുമല്ലോ. അതാ നമുക്ക് ഓർക്കണം. ശാശ്വതമായത് എന്തെന്ന് വിവേചിക്കാനുള്ള കൃപയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ശാശ്വതമായത് എന്തെന്ന് വിവേചിക്കാനുള്ള കൃപയാണ് ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറയുന്നത്. അത് വിവേചിക്കാൻ കഴിഞ്ഞാലേ ശാശ്വതമായതിലേക്ക് നടന്നെടുക്കാനും അതിനെ പുൽകാനും അതിൽ നിലനിൽക്കാനും നമുക്ക് സാധ്യമാകൂ. അതാണ് നമുക്ക് കുദാശകളിലൂടെ കർത്താവ് മാറ്റിവെച്ചു തരുന്നത്. എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നില്ല. കർത്താവിലേക്ക് അടുക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ആഴങ്ങളെ ഗ്രഹിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് പറഞ്ഞ് അറിവിനെ അതിശയിക്കുന്ന സ്നേഹത്തെ, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളെ അറിയുന്നതിന്, ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങൾ, അറിവിനെ അതിശയിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം അത് മനുഷ്യബുദ്ധിക്കും മനുഷ്യ മക്കൾക്കും ഗ്രഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്, വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്താണ്. അതുകൊണ്ട് ഇതിൻ്റെ ഏകജാതിനെ നൽകാൻ തക്കവിധം ദൈവം മനുഷ്യനെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പരിമിതമായ വാക്കുകളിൽ ഒതുക്കി വെക്കുന്നത്. അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല, അത് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവിനോട് ഒന്നു ചേരുമ്പോൾ അനുഭവവേദ്യമാകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അപരിമയമായ ശക്തിയെ നമ്മൾ ആഴത്തിൽ വിശ്വസിക്കാൻ നമ്മുടെ ബുദ്ധിയെ നമ്മളൊന്ന് പരിശീലിപ്പിക്കണം. ഓരോ പ്രഭാതവും പുതിയതായി കടന്നു വരുന്നത് ആരുടെ ശക്തിയാലാ? സൂര്യൻ ഉദിക്കുന്നത് ആരുടെ ശക്തിയാലാ? ഒരു വെള്ളത്തുള്ളി നമുക്കായി ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ശക്തിയാലാ? ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് കണ്ണു തുറന്ന് ഞാൻ കിടന്നുറങ്ങിയ കട്ടിൽ നിന്ന് എനിക്ക് എഴുന്നേൽക്കാൻ സാധിച്ചെങ്കിൽ അത് ആരുടെ ശക്തിയാലാ? അത്യുന്നതനായ സർവശക്തനായ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്താൽ മാത്രമാണ്. ഈ യാഥാർത്ഥ്യത്തെ നമ്മൾ ഗ്രഹിക്കുകയും നമ്മൾ ഏറ്റുപറയുകയും ചെയ്താൽ മാത്രം മതിയോ? അതെന്ത് ചെയ്യണം? പ്രഘോഷിക്കണം. അത് മറ്റുള്ളവരിലേക്ക്, അത് അറിയാത്തവരിലേക്ക്, അത് ഗ്രഹിക്കാത്തവരിലേക്ക് നമ്മുടെ ജീവിതം വഴി, നമ്മുടെ വാക്കുകൾ വഴി, നമ്മുടെ പ്രവൃത്തികൾ വഴി പ്രഘോഷിക്കണം. അപ്പോഴാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്തുന്നത്. ഞങ്ങളുടെ സഭാസ്ഥാപകൻ പറഞ്ഞു വെക്കുന്ന ഒരു വാക്കുകളുണ്ട്: ഒരാത്മാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്നത് അതിസ്വാഭാവികമായ ഉപബിയുടെ ഏറ്റവും വലിയ പ്രവൃത്തിയാണ്. എന്താണ്? ഒരാത്മാവിനെ നരകത്തിൽ നിന്ന് രക്ഷിക്കുക എന്ന അതിസ്വാഭാവികമായ ഉപബിയുടെ ഏറ്റവും വലിയ പ്രവൃത്തി. കണ്ടോ? അപ്പം നരകത്തിൽ നിന്ന് ഒരു വ്യക്തിയെ രക്ഷയിലേക്ക് കൈപിടിച്ച് നടത്താൻ ഏതൊരു വ്യക്തി എടുക്കുന്ന ഏതൊരു ചെറിയ ത്യാഗവും എന്താണ്? അതിസ്വാഭാവികമായ ഉപബി. സാധാരണമായ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് ഒരു മനുഷ്യനത് ചെയ്യാൻ സാധിക്കുകയില്ല. അതിസ്വാഭാവികമായ സ്നേഹത്തിൻ്റെ നിറവിൽ നിന്നാണ് ഒരാത്മാവിൻ്റെ വില ഒരു വ്യക്തി
മനസ്സിലാക്കുന്നത്. അപ്പോൾ വന്ന് വചനം കേട്ട് ദൈവകരുണയിൽ പങ്കുചേർന്ന് തിരിച്ചു പോകുന്ന ഒരു സമൂഹമായി തീർന്നാൽ പോരാ, അതിനുവേണ്ടി മക്കളെ കൂട്ടിക്കൊണ്ടുവരാനും ആത്മരക്ഷയിലേക്ക് വ്യക്തികളെ കൈപിടിച്ചുയർത്താനുമുള്ള വലിയൊരു ഉത്തരവാദിത്വവും ഒരു ബാധ്യതയും കൂടി ആരും നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്? ക്രിസ്തു നമ്മളെ ഏൽപ്പിക്കുന്നുണ്ട്. അത് നിറവേറ്റണമെങ്കിൽ എന്തുണ്ടാകണം? ആവശ്യമായ ഒരു ത്യാഗം മനോഭാവം ഉണ്ടാകണം. അച്ഛൻ പറയുകയാണ്, ത്യാഗശീലമില്ലാതെ പരിശുദ്ധമായ ഒരു ജീവിതം നയിക്കാനോ മറ്റുള്ളവരെ അതിലേക്ക് ആനയിക്കാനോ ആർക്കും സാധ്യമല്ല. നിന്നെ തന്നെയും മറ്റുള്ളവരെയും പരിശുദ്ധരാക്കുന്നതിന് നീ സഹിക്കുകയും നിൻ്റെ മാംസ ശരീരങ്ങളോട് നീ മരിക്കുകയും വേണം. അതാണ് ഫ്രാൻസിസ് അസീസി തൻ്റെ ജീവിതം വഴി നമുക്ക് കാണിച്ചു തന്നത്. അവന് ലാഭമായിരുന്നതും അവന് നേട്ടമായിരുന്നതും ഈ ലോകത്തിൽ അവന് കിട്ടാവുന്നതുമായ സകല സൗഭാഗ്യങ്ങളെയും ഫ്രാൻസിസ് അസീസി എന്ത് ചെയ്തു? ഉച്ഛിഷ്ടം പോലെ വെറുത്തുപേക്ഷിച്ച് ഉടുതുണി പോലും അപ്പന് ഊരിക്കൊടുത്തിട്ട് അവൻ തെരുവിലേക്ക് ചാക്കുവസ്ത്രങ്ങൾ ധരിച്ച് ഇറങ്ങി. അവൻ പ്രഭു കുടുംബത്തിൽ ജനിച്ചവനും പ്രഭുവിൻ്റെ മകനും സൈന്യബലങ്ങളിൽ പരിശീലനം നേടിയവനും നല്ല ആരോഗ്യവും കഴിവും പ്രാപ്തിയും സൗന്ദര്യവുമുള്ള അതിശക്തനായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ അവൻ ക്രിസ്തുവിന് വേണ്ടി എന്തു ചെയ്തു? ജീവൻ തന്നെയും കൊടുക്കാൻ തയ്യാറായി. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിലൂടെ നമുക്കായി നേടിത്തരുന്ന ഈ കൃപകളെ സ്വന്തമാക്കാനുള്ള അതിയായ ഒരു ആഗ്രഹവും അതിനെ സ്വീകരിക്കാനുള്ള സന്നദ്ധതയും നമുക്കുണ്ടാകുകയും അതിനെ പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി ചെറിയ ചെറിയ ത്യാഗങ്ങളെ ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സും നമ്മൾ വളർത്തിയെടുക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ത്യാഗങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ത്യാഗങ്ങൾ? ഒരമ്മയ്ക്ക് തൻ്റെ ജീവിതത്തിൽ ത്യാഗങ്ങൾ ഏറ്റെടുക്കാനുണ്ടോ? ഉണ്ടോ? ഉണ്ട്. എന്തൊക്കെയാ അമ്മച്ചി? ഉണ്ടെന്ന് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കണം, ത്യാഗമാണോ? അല്ലേ? കഴിച്ചേച്ച് പോകുന്ന പാത്രം മുഴുവൻ എന്ത് ചെയ്യണം? കഴുകി പിറക്കി വെക്കണം, ത്യാഗമാണോ? തുണി അലക്കണം, മടക്കണം, തേക്കണം, ത്യാഗമാണോ? നടുവിന് മേലെങ്കിലും ഒരു കൈ എളിക്ക് കൊടുത്തുകൊണ്ടാണേലും പിഴയും വീടും എന്ത് ചെയ്യണം? അടിച്ചു വാരി വൃത്തിയാക്കണം. അതൊന്നും ആരും എത്ര മേലെന്ന് പറഞ്ഞാലും നോക്കാൻ വരില്ല, അന്വേഷിക്കാൻ വരില്ല. അപ്പം നമുക്ക് ത്യാഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. അപ്പച്ചന്മാർക്കില്ലേ? ഈ പണം ഉണ്ടേലും ഇല്ലേലും അരി തീർന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? മേടിച്ച് കൊടുത്തേ പറ്റൂ. മോളെ പഠിക്കാൻ വിട്ടാൽ കാശുണ്ടേലും ഇല്ലേലും 10,000 എന്ന് പറയുമ്പോൾ 10,000, 5,000 എന്ന് പറയുമ്പോൾ 5,000, 1,00,000 എന്ന് പറഞ്ഞാൽ 1,00,000 കൊടുത്തേ പറ്റൂ. അതിന് വേണ്ടിയുള്ള തന്ത്രപ്പാടും നെട്ടോട്ടവും ചെറുതൊന്നുമല്ല നമ്മൾ വഹിക്കുന്നത്. ശരിയല്ലേ? അതെ. മാത്രമല്ല ഓരോ ദിവസത്തിനും അതിൻ്റേതായ ക്ലേശങ്ങളും ത്യാഗങ്ങളുമുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വീകരിക്കുന്നുണ്ട്. ഏത് രീതിയിലാണ്? ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കും രീതി, അല്ലേ? ചിലർ ഭാരപ്പെട്ടും പെറുപെറുത്തും അസ്വസ്ഥപ്പെട്ടുമായിരിക്കും സ്വീകരിക്കുന്നത്. ചിലർ നല്ല മനസ്സോടെയായിരിക്കും സ്വീകരിക്കുന്നത്. ചിലത് എൻ്റെ കടമയാണെന്ന ബോധ്യത്തോടെയായിരിക്കും ചിലർ സ്വീകരിക്കുന്നത്. ചിലരെ സംബന്ധിച്ച് അത് ദൈവകൃപയിൽ ദൈവം എനിക്കായി ഒരുക്കിയ ഒരു ദൗത്യമാണ്, ഇതുവഴി ദൈവം എന്നെ വിശുദ്ധീകരിക്കുന്നുണ്ട് എന്ന ആഴപ്പെട്ട ബോധ്യത്തിൽ നിന്നായിരിക്കും ചെയ്യുന്നത്. അപ്പം ആർക്കായിരിക്കും ഇതിന് പ്രതിഫലം കൂടുതൽ ലഭിക്കുന്നേ? പെറുപെറുത്തും പരാതിപ്പെട്ടും ഭാരപ്പെട്ടും മറ്റുള്ളവരെ പഴിച്ചും നിനക്കൊക്കെ ചെയ്യാൻ പാടില്ലേ എന്ന് ചോദിച്ച് അവരെ കുറ്റപ്പെടുത്തിയുമാണ് ഒരു വ്യക്തി തൻ്റെ കടമ നിറവേറ്റുന്നതെങ്കിൽ, വേണ്ടത്ര വിശ്വസതയില്ലാതെ ആത്മാർത്ഥതയില്ലാതെ പകുതി ചെയ്യുന്നും ചെയ്യാതെയും തോന്നുമ്പോൾ എഴുന്നേറ്റ് ഭക്ഷണം ഉണ്ടാക്കും, തോന്നിയാൽ അടിച്ചു വാരും, തോന്നിയാൽ പാത്രം കഴുകില്ല അവിടെ കിടക്കും എന്ന രീതിയിലാണ് പോകുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? എന്ത് സംഭവിക്കും? കൃപ നഷ്ടപ്പെട്ടു
പോകും. പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഇടപെടുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളതെന്നും ദൈവം നമ്മുടെ കാര്യങ്ങളിൽ ഇടപെടുമെന്നും വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ കണ്ടപ്പോൾ നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഈ സംരക്ഷണവും ഈ വലിയ കൃപയും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴൊക്കെയാണ്? ഈ വലിയ കൃപയും ഈ വലിയ സംരക്ഷണവും നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴൊക്കെയാണ്? ഇത് തിരിച്ചറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പരാജിതരായി പോകുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയണം, നമ്മളെ ഏൽപ്പിക്കുന്ന കടമകളിൽ വേണ്ടത്ര വിശ്വസ്തതയും ഉത്തരവാദിത്വവും ബോധവും ഇല്ലാതെ നമ്മൾ അതിൽ ഉഴപ്പി എങ്ങനെയെങ്കിലുമൊക്കെ കടമ പിറുപിറുത്തും പരാതിപ്പെട്ടുമാണ് തീർക്കുന്നതെങ്കിൽ ദൈവകൃപ ചോർന്നു പോകുക മാത്രമല്ല, ശത്രു അതിലൂടെ അകത്തു പ്രവേശിക്കുകയും ചെയ്യും. ഒരു വീട്ടമ്മ തൻ്റെ കടമകൾ ഉത്തരവാദിത്തപ്പെട്ട് സമയാസമയങ്ങൾ ചെയ്യേണ്ടത് ചെയ്യാതെ മൊബൈലിൽ തോണ്ടി മെസ്സേജ് വായിച്ച് അങ്ങോട്ടും നോക്കി ഇങ്ങോട്ടും നോക്കി ഉള്ള യൂട്യൂബും കണ്ടിരിക്കുകയാണെങ്കിൽ അതിലൂടെ തന്നെ അവൾ എന്തു ചെയ്യും? വഴിതെറ്റും, സംശയമില്ല. നാളെ അവൾ അവൻ്റെ പുറകെ പോയി അല്ലെങ്കിൽ അവൾ അവിടെ സംഭവിച്ചു എന്നുള്ളത് കേൾക്കേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ വഴി മാറിപ്പോകുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് വിശ്വസ്തയില്ലാതെ നീങ്ങുമ്പോൾ അവിടെ പരാജയങ്ങൾ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ പാവപ്പെട്ട മനുഷ്യരുടെ മുമ്പിൽ കണ്ണടച്ച് അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതെ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങി പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിലൂടെ തന്നെ എന്ത് സംഭവിക്കും? തിന്മ കടന്നു വരും. സംശയമുണ്ടോ? അത് കുടുംബത്തിനും തലമുറകൾക്കും ശാപമായി മാറും. കുറ്റം പറഞ്ഞും ഏഷണി പറഞ്ഞും മറ്റുള്ളവരെ പഴിച്ചും പരിഹസിച്ചും പരദൂഷണത്തിൽ ഏർപ്പെട്ട് നടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എന്തുണ്ടാകും? പരാജയങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിക്കുകയില്ല. നമ്മൾ തിരിച്ചറിയണം. നമ്മൾ ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ കാണുന്നുണ്ട്, അവർ യുദ്ധത്തിന് പോയി എല്ലാ മേഖലകളും വിജയിച്ചു കൊണ്ടിരുന്നു. പെട്ടെന്ന് അമ്മോന്യനുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ പെട്ടെന്ന് പരാജയപ്പെട്ടു. ജോഷുവ ഇത് എന്ത് സംഭവിച്ചു എന്നറിയാതെ അവിടെ അന്വേഷണം നടത്തി. അവൻ ദൈവസന്നിധിയിൽ പോയി കുമ്പിട്ട് കമിഴ്ന്ന് വീണ് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ജോഷുവോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ മുമ്പിൽ വന്ന് കമിഴ്ന്ന് കിടക്കുന്നത്? നീ എഴുന്നേറ്റ് ചെല്ലുക. അവൻ ചെന്ന് അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി, ആഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ എന്ത് ചെയ്തു? നിക്ഷിപ്തമായി ഒരു വസ്തു പോലും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് എടുക്കരുതെന്ന് കർത്താവ് വിലക്കിയിരുന്നു. ആ വിലക്കപ്പെട്ടതിനെ അവർ നിഷേധിച്ചുകൊണ്ട് ആകർഷകമായി തോന്നിയ ചില സാധനങ്ങൾ അവർ എടുത്തു. അതവർക്ക് എന്തായി മാറി? പരാജയത്തിന്. നിക്ഷിപ്തമായത് എന്ത് തന്നെയും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൈകളിൽ, നമ്മുടെ ജീവിതത്തിൽ അവകാശമായി വെച്ചിട്ടുണ്ടോ അത് നമ്മുടെ പരാജയമായി മാറും. അത് നമ്മുടെ പ്രതിസന്ധിയായി മാറും. അത് നമ്മുടെ പ്രശ്നമായി മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർക്കണം, ദൈവത്തിന് നിരക്കാത്തതായ ഏതെങ്കിലും നിക്ഷിപ്ത വസ്തു നമ്മൾ അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ജീവിത മേഖലകളിൽ എനിക്ക് കെണിയായി എന്നിലോ എൻ്റെ കുടുംബത്തിലോ തലമുറകളിലോ അവശേഷിക്കുന്നുണ്ടോ? പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിച്ച് നല്ല പോലെ പരീക്ഷ എഴുതി വിജയം വരിച്ച് മുന്നേറേണ്ടവർ കോപ്പി അടിച്ച് വിജയം വരിച്ച് പോയാൽ അവരുടെ ഭാവി സുരക്ഷിതമാകുമോ? എന്തുകൊണ്ടാണ് പല കുഞ്ഞുങ്ങളും ഇന്ന് സർട്ടിഫിക്കറ്റുകൾ കൈപ്പിടിച്ച് ഓടുകയാണ് ജോലിക്ക് വേണ്ടി? എല്ലാവരെയും ഉൾപ്പെടുത്തിയല്ല കേട്ടോ ഞാൻ പറയുന്നേ. എങ്കിലും ചിലതൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവർ സർട്ടിഫിക്കറ്റ് കയ്യിലാക്കിയിട്ടുണ്ട്, വേണ്ട വിധം പഠിക്കേണ്ട സമയത്ത് കഷ്ടപ്പെട്ട് പഠിക്കുകയോ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുകയോ ചെയ്യാതെ കോപ്പിയടിച്ചോ പൈസ കൊടുത്തോ, അല്ലെങ്കിൽ ഈവൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ വരയ്ക്കേണ്ട കാര്യങ്ങൾ വരയ്ക്കുകയോ ചെയ്യേണ്ട അസൈൻമെൻറ്റുകൾ ചെയ്യുകയോ ചെയ്യാതെ പണം കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിച്ച് മാർക്ക് നേടി മുന്നോട്ട് പോകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇന്ന് പല പരാജയങ്ങളും സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രശ്നങ്ങളുടെ പുറകിൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ തന്നെ തിന്മയാണ് കാരണമായി മാറുന്നത്. അതുകൊണ്ട് തിന്മയ്ക്ക് കാരണമാകുന്ന പഴുതുകളെ തിരിച്ചറിഞ്ഞ് ചാലുകൾ അടയ്ക്കുന്നില്ലെങ്കിൽ എത്ര ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാലും ഉത്തരം കിട്ടുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.